സമാന്തര സുവിശേഷങ്ങളെ സിനാപ്റ്റിക് ഗോസ്പലിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ് ഈ 3 സുവിശേഷങ്ങളിലും 3 പേര് എംഫസൈസ് ചെയ്ത് പറയുന്ന ഒരു കാര്യം, ആ ഒരു കാര്യത്തെ പറ്റിയാണ് ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ചൊന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഈ 3 സുവിശേഷന്മാരും ഈ ഒരു കാര്യത്തെപ്പറ്റി ഇത്രമാത്രം പ്രാധാന്യത്തോടെ പറയണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത് ഏറ്റവും അന്വർത്ഥമാക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. ഈ 3 സുവിശേഷങ്ങളിൽ കാണുന്ന ഒരു ധനവാനായ ഒരു ചെറുപ്പക്കാരൻ, റിച്ച് യങ് മാൻ, മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 16 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിലും, മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 17 തൊട്ട് 31 വരെയുള്ള വാക്യങ്ങളിലും, ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 18 മുതൽ 30 വരെയുള്ള ഭാഗങ്ങളിലും നമുക്ക് ഈ ഭാഗം കാണുവാനായിട്ട് കഴിയും. ഈ റിച്ച് യങ് മാൻ അദ്ദേഹം യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം പ്രകാരമാണ്: നിത്യജീവനെ പ്രാപിക്കുവാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം? ഇപ്പോൾ റിച്ചായിട്ടുള്ള ഈ മനുഷ്യനറിയാം നിത്യജീവൻ എന്നുള്ള ഒന്നുണ്ട്, എനിക്കത് പ്രാപിക്കണമെന്നുള്ളതും ഇദ്ദേഹത്തിന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ എങ്ങനെ പ്രാപിക്കും എന്ന് അറിയില്ല. ഹി കെയിം ടു ദ റൈറ്റ് പേഴ്സൺ ആൻഡ് ഹി ആസ്ക്ഡ് ദ റൈറ്റ് ക്വസ്റ്റ്യൻ. കർത്താവേ, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, എനിക്ക് നിത്യജീവൻ പ്രാപിക്കണം. മറ്റു പലരുടെ ഉള്ളിൽ തോന്നാത്തൊരു ചിന്ത ഈ മനുഷ്യൻ്റെ ഉള്ളിൽ തോന്നി, നിത്യജീവൻ എനിക്ക് പ്രാപിക്കണം. വളരെ സന്തോഷത്തോടെ യേശു അതിന് മറുപടി പറയുകയാണ്: നിത്യജീവനെ അവകാശമാക്കണമെങ്കിൽ നീ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കണം. ഉടൻ തന്നെ ഈ മനുഷ്യൻ ചോദിക്കുകയാണ്, അതെന്തൊക്കെയാണ്? അന്നേരം യേശു പറയാണ്: കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക. ഇത്യാദി കാര്യങ്ങൾ പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് ഭയങ്കര സന്തോഷം. ഇദ്ദേഹം ഒരു റിച്ച് മാൻ ആണ്, നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് വന്നത്. എന്താണ് നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ യേശു കുറേ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഇവൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷം ഇങ്ങനെ അലതല്ലിയിട്ട് പറയാണ്: ഞാൻ ഈ കാര്യങ്ങളെല്ലാം കൃത്യനിഷ്ഠയോടെയാണ് ചെയ്യുന്നത്. അപ്പം ഇദ്ദേഹം നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങി ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കുമ്പോഴത്തേക്കും യേശുവിന് ഇതിൻ്റെ റൂട്ട് പ്രോബ്ലം മനസ്സിലാക്കി. ഇവൻ എന്ത് ആശയത്തോടു കൂടിയാണ് ഈ ചോദ്യം ചോദിച്ചതെന്ന് യേശുവിന് നന്നായിട്ട് മനസ്സിലായി. ഉടൻ തന്നെ യേശു തിരിച്ചു പറയുന്നൊരു കാര്യമുണ്ട്: നിത്യജീവൻ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ നീ ചെയ്യണം. നീ സൽഗുണ പൂർണ്ണനാകുവാൻ, ഇഫ് യു വിഷ് ടു ബി കംപ്ലീറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ കാണുന്നത്. ഇഫ് യു വിഷ് ടു ബി കംപ്ലീറ്റ്. അപ്പോൾ അവൻ്റെ കംപ്ലീറ്റിലേക്ക് ഇങ്ങനെ ആയി എന്നുള്ളൊരു ലെവലിലായിരിക്കുമ്പോഴാണ് യേശു പറയുന്നത്: ഇഫ് യു വിഷ് ടു ബി കംപ്ലീറ്റ് യു ഹാവ് ടു ഡു വൺ മോർ തിങ്. ഒരു കാര്യം കൂടെ നീ ചെയ്യണം. നിനക്കുള്ളതെല്ലാം വിറ്റ് എന്ത് ചെയ്യണം? ദരിദ്രന്മാർക്ക് കൊടുക്കണം. അപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതുവരെ പ്രശോഭിച്ചിരുന്ന, അതുവരെ പ്രകാശിച്ചിരുന്ന ഈ പുള്ളിയുടെ മുഖം പെട്ടെന്നങ്ങ് വാടിയിട്ട് ഒരു വാക്ക് പോലും പറയാതെ തിരിച്ച് ഇദ്ദേഹം നടന്നു പോയി കഴിഞ്ഞു. ഈ വെൻ്റ് അവേ ഗ്രീവിങ് എന്നാണ് കാണുന്നത്. വളരെ വേദനയോടെ, വിഷമത്തോടെ പോയി. ശിഷ്യന്മാർ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ആ ഒരു മെസ്സേജിലേക്ക് ഞാൻ വരിക. ശിഷ്യന്മാർ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് ഉടൻ തന്നെ യേശു എന്താ അടുത്തത് പറയുന്നതെന്ന് നോക്കുമ്പോൾ യേശു പറയുന്നൊരു കാര്യമുണ്ട്: ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് ഒരല്പം പ്രയാസമാണ്. എന്ന് പറഞ്ഞാൽ കടക്കത്തില്ലെന്നല്ല, അല്പം പ്രയാസമാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു പ്രോവർബും കൂടെ യേശു കർത്താവ് പറയുകയാണ്, അല്ലേ? ഒരു സൂചിക്കുഴയുടെ, ഒട്ടകത്തിൻ്റെ, അതെല്ലാം നമുക്കറിയാം. ഇങ്ങനെ ഒരു ആസ്പെക്റ്റ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ശിഷ്യന്മാരുടെ ഉള്ളിലും ഒത്തിരി ചോദ്യങ്ങൾ ഒരു പക്ഷേ കടന്നു പോയി കാണും. എല്ലാ ശിഷ്യന്മാരുടെ ഉള്ളിൽ ആ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ തിളച്ചു മറിയുമ്പോൾ പത്രോസ് ചോദിക്കുകയാണ്: വി ലെഫ്റ്റ് എവറിത്തിങ്. ഞങ്ങൾ ഞങ്ങളുടെ പടക് വിട്ടു, വല വിട്ടു, മാതാപിതാക്കളെ വിട്ടു, സഹോദരങ്ങളെ വിട്ടു, മക്കളെ വിട്ട്, എല്ലാവരെയും വിട്ട് ഞങ്ങൾക്കെന്ത് what we will get. അപ്പം ഇതിൻ്റെ ആൻസർ എന്നോണം ഉള്ള ആ ഒരു കാര്യമാണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അത് 3 സുവിശേഷങ്ങളിലും 3 വ്യത്യസ്ത തലത്തിലാണ് കാണുന്നത്. മത്തായിയുടെ സുവിശേഷം മാത്യു ചാപ്റ്റർ 19 വേഴ്സ് 29, അവിടെ ഇങ്ങനെ കാണുന്നു: എൻ്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരങ്ങളെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവനെല്ലാം 100 മടങ്ങ് ലഭിക്കും. അത് മാത്രമല്ല, അവൻ നിത്യജീവനെ അവകാശമാക്കുകയും ചെയ്യും. അതേ ഭാഗം തന്നെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്, മാർക്ക് ചാപ്റ്റർ 10 വേഴ്സ് 29 and 30. അതിന് യേശു: എൻ്റെ നിമിത്തവും സുവിശേഷ നിമിത്തവും വീടോ സഹോദരന്മാരെയോ സഹോദരികളെയോ അമ്മയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോട് കൂടെ 100 മടങ്ങ് വീടുകളെയും
സഹോദരന്മാരെയും സഹോദരികളെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെ പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഇനി എല്ലാവരും ഒരു ഭാഗം കൂടെ നമ്മളൊന്ന് വായിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 30 വരെയുള്ള ഭാഗങ്ങളിലാണ് ഇത് കാണുന്നത്. എങ്കിലും അതിൻ്റെ അവസാനത്തെ ഭാഗം മാത്രം നമ്മളൊന്ന് വായിക്കുകയാണ്. 28, 29 ഭാഗങ്ങൾ. ഓക്കെ, ഇതാ ഞാൻ സ്വന്തമായത് വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പത്രോസ് പറഞ്ഞു. 29, യേശു അവരോട്, ദൈവരാജ്യം നിമിത്തം വീടോ ഭാര്യയോ സഹോദരന്മാരെയോ അമ്മയപ്പന്മാരെയോ മക്കളെ വിട്ടുകളഞ്ഞിട്ട് ഈ കാലത്തിൽ തന്നെ പല മടങ്ങായും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെ പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. 3 ഭാഗത്തിലും വായിച്ചപ്പോഴും ആശയമെല്ലാം ഒന്ന് തന്നെ. പക്ഷേ ഇവിടെ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്. യേശു കർത്താവിനോട് പത്രോസ് ഈ ചോദ്യം ചോദിക്കുമ്പോൾ നിത്യജീവനെ അവകാശമാക്കുവാനായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ യേശു കർത്താവ് കുറേ കാര്യങ്ങൾ പറയാണ്. എൻ്റെ നിമിത്തം നിങ്ങൾ വീടുകളെയോ നിലങ്ങളെയോ ഭാര്യയോ മക്കളെയോ അപ്പനെയോ അമ്മ ഇതെല്ലാം കാര്യം പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങൾ ഇതെല്ലാം വിട്ട് കളഞ്ഞാലും 100 മടങ്ങ് എന്ത് ചെയ്യും? പ്രതിഫലം നിങ്ങൾ ലഭിക്കും. ഈ 3 ഭാഗങ്ങൾ വായിച്ചപ്പോഴേക്കും ഒരു ഭാഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്തോ? ഈ 3 ഭാഗങ്ങൾ നമ്മൾ വായിച്ചപ്പോൾ ഒരു ഭാഗത്ത് മാത്രം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ആ ഭാഗത്തിലേക്ക് മാത്രം ഒന്ന് ചിന്തിക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം, മാർക്ക് ചാപ്റ്റർ 10 വേഴ്സ് 29, 30, 31. ഓക്കെ, അതിന് യേശു എൻ്റെ നിമിത്തവും സുവിശേഷ നിമിത്തവും വീടോ സഹോദരന്മാരെയോ സഹോദരികളെയോ അമ്മയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ. എത്ര പേരുടെ പേരോടെ പറഞ്ഞിട്ടുണ്ട്? ഒന്നുകൂടെ നോക്കിയേ. വീട്, സഹോദരന്മാർ, സഹോദരികൾ, അമ്മ, അപ്പൻ, മക്കൾ, നിലങ്ങൾ. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു ആൻസർ എന്ന പോലെ ഈ ഒരു മർക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രമേ കർത്താവ് പറയുന്നുള്ളൂ. ഇന്നത് വിട്ടാൽ ഇന്നത് കിട്ടും. ഇപ്പം 100 മടങ്ങ് ലഭിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഈ മർക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രമേ പറയുന്നുള്ളൂ. അതിൻ്റെ ആൻസറായിട്ട് കർത്താവ് പറയുന്നുള്ളൂ. വേഴ്സ് 30, ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടും കൂടെ 100 മടങ്ങ് എന്ത് കിട്ടും? ഒന്ന് പറഞ്ഞു, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. 100 മടങ്ങ് എന്ത് കിട്ടും? അപ്പൊ വീട് വിട്ടാൽ എന്ത് കിട്ടും? വീട് കിട്ടും. നമ്മൾ കർത്താവിന്റെ പിറകെ ഇറങ്ങി തിരിച്ചു. കർത്താവ് നടത്തുവാൻ വിശ്വസ്തൻ. കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞു. അപ്പൊ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വാക്ക് പറഞ്ഞാൽ മാറത്തില്ല. അടുത്തത്, സഹോദരന്മാരെയും. എത്ര സഹോദരന്മാരെ കിട്ടും? 100 മടങ്ങ്. ഈ സഹോദരന്മാരെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ഇനി ആത്മീയ തലത്തിൽ നമ്മൾ ചിന്തിക്കുക. ആത്മീയ തലത്തിൽ കർത്താവിന് വേണ്ടി നാം ഇറങ്ങി തിരിച്ചു. കർത്താവ് നിമിത്തം നമുക്ക് നമ്മുടെ ഭവനത്തിലെ സഹോദരന്മാരെ ഒരുപക്ഷെ നഷ്ടപ്പെട്ടാലും നമ്മുടെ ആത്മീയ സഹോദരന്മാരെ ദൈവം നമുക്ക് തരും. കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞു. ഈ നാളുകളിൽ നമ്മളൊന്ന് വിശ്വസിക്കാൻ കഴിയുമ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ചെയറുകളിൽ ഈ ഹല്ലേലൂയ കർത്താവ് ഇതിനെല്ലാം നിറയ്ക്കും, സഹോദരന്മാരെ കൊണ്ട് നിറയ്ക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അടുത്ത ഭാഗം നിങ്ങൾ വായിച്ചേ, സഹോദരികളെ. അപ്പൊ നിങ്ങൾക്കും വളരെ സന്തോഷമായി. ഈ ഭാഗത്ത് എത്ര കണക്കിന് സഹോദരിമാരാണ് ഈ വരാൻ പോകുന്നത്. കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ നന്ദി പറഞ്ഞ എല്ലാ സഹോദരിമാരും. സഹോദരികളെ നമുക്ക് കിട്ടും. അടുത്തത്, അമ്മമാരെ നമുക്ക് കിട്ടും. കിട്ടുമോ? പൗലോസ് തന്നെ റോമാലേഖനത്തിൽ പറയുന്നൊരു വാക്യമുണ്ട്. റോമാലേഖനം 16-ാം അധ്യായം 13-ാം വാക്യത്തിൽ, കർത്താവിൽ പ്രസിദ്ധനായ റൂഫോസിനെയും എനിക്കും അമ്മയായ അവൻ്റെ അമ്മയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ സേവ നിമിത്തം നമുക്കൊരു മാതാവിനെ നമുക്ക് നഷ്ടമായി പോയാലും പേടിക്കേണ്ട. കർത്താവ് നമുക്കൊരു ചില അമ്മമാരെ നമുക്ക് വേണ്ടി ഒരുക്കും. ആ ഒരുക്കുന്ന അമ്മമാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളെ സുവിശേഷത്തിൽ ഹെൽപ്പ് ചെയ്യുന്ന അമ്മമാരെ ദൈവം ഒരുക്കും. ആമേൻ, ആമേൻ. എത്ര പേർക്ക് നന്ദിയോടൊന്ന് സ്തുതിക്കാനായിട്ട് കഴിയും? അപ്പം നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് എന്ത് ചെയ്യും? മടങ്ങി കിട്ടും. നമുക്കിപ്പോൾ എന്തൊക്കെ കിട്ടി? വീട് കിട്ടി, സഹോദരന്മാരെ കിട്ടി, സഹോദരിമാരെ കിട്ടി, അമ്മമാരെ കിട്ടി. അപ്പൊ 29-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ച എന്തൊക്കെയായിരുന്നു? സഹോദരന്മാരെ വിട്ടു, സഹോദരന്മാരെ കെട്ടി, സഹോദരിമാരെ വിട്ടു, സഹോദരിമാരെ കെട്ടി, അമ്മയെ വിട്ടു. അടുത്ത 6 പേരാ കാണുന്നേ? എല്ലാവരും ഒന്ന് പറഞ്ഞു. വേർഡ്സ് 29, അപ്പൻ. അപ്പൊ അതിന്റെ റിസൾട്ട് എന്നോണം അവിടെ പറഞ്ഞു നോക്കി. സഹോദരിമാരെയും കിട്ടി, അമ്മമാരെയും കിട്ടി. അവിടുന്ന് നേരെ ട്വിസ്റ്റ് ചെയ്ത് ആരിലോട്ടാ വരുന്നേ? അപ്പൊ അപ്പൻ എന്നുള്ളൊരു ഭാഗം എന്തായിപ്പോയി? അതെന്താ കർത്താവേ അങ്ങനെ മാത്രം ചെയ്തത്? സഹോദരന്മാരെ കിട്ടി, വീട് കിട്ടി, ഇനിയും ഒരു കാര്യം കൂടെ ഉണ്ട്, നിലം കൂടെ ഉണ്ട്. നിലം 100 മടങ്ങ് നിലം കൂടെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം മാത്രം എന്ത് ചെയ്തു? വിട്ടുപോയി. എന്താ ഇവിടെ ഒരു കാര്യം മാത്രം മിസ്സായി പോയി? കാര്യം കർത്താവ് പറയാണ്, നിങ്ങൾ എൻ്റെ നിമിത്തം നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരപ്പനെ ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.
കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറയാമോ? കാരണം എൻ്റെ നിമിത്തമാണ് നിങ്ങൾക്ക് ഇതെല്ലാം ഏൽക്കുന്നതെങ്കിലും ഒരപ്പൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ നിങ്ങളെ ഇനി കരത്തിന് പിടിച്ച് ഞാൻ നിങ്ങളെ ഇനി മുൻപോട്ട് നയിക്കും. എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ ഉറപ്പോടെ ധൈര്യത്തോടെ പറയാനായിട്ട് കഴിയും? ഈ ലോകത്തിൽ നമുക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടാലും നമുക്കൊരു സ്വർഗീയ പിതാവുണ്ട്. അവൻ നമ്മുടെ കർത്തൃത്വം ഏറ്റെടുത്ത് നടത്തിയിരിക്കുക. അതുകൊണ്ട് ഇനി ഒന്നുകൊണ്ട് ഭാരപ്പെടേണ്ട കാര്യമില്ല. അപ്പനാണ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നാം വിശന്നാൽ അവൻ അറിയും, നാം കരഞ്ഞാൽ അവൻ അറിയും, നാം ഏതെങ്കിലും വിഷയത്തിന്മേൽ ഭാരപ്പെട്ടാൽ അവന്റെ മനസ്സ് നന്നായിട്ട് അറിയുക മാത്രമല്ല അവൻ അതിന് മറുപടിയും കൂടി തരും. എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വസിക്കാനായിട്ട് കഴിയും? ഞങ്ങളെ ഓൺലൈനിൽ കൂടി കേൾക്കുന്നവർ ഒരുപക്ഷെ നമുക്ക് പല വിഷയങ്ങൾക്ക് വേണ്ടി നാം ഇടിവിൽ നിൽക്കും. ഇതെങ്ങനെ നടക്കും? ഒരു വഴിയും മുമ്പിൽ കാണുന്നില്ല. പല വാതിലുകളും നാം കൊട്ടി, ഒരു വാതിലും നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്നില്ല. പക്ഷെ ഇന്ന് രാത്രിയിൽ വിശ്വസിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഉറപ്പുണ്ടെങ്കിൽ അവൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല. അവന്റെ പേരാണ് ഹെവൻലി ഫാദർ. ഹി ഈസ് ദ ഹെവൻലി ഫാദർ. എല്ലാ കാര്യങ്ങളും ഒരു നിമിഷം ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിട്ട് പറഞ്ഞ് എനിക്കൊരപ്പനുണ്ട്, അവൻ എന്നെ ഒരു നാളും മറന്നു കളയുന്നവനല്ല. ഹല്ലേലൂയ. പത്രോസിന് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി. എനിക്കൊരപ്പനുണ്ട്. അവൻ്റെ മനസ്സിൽ വല്ലാതെ ചഞ്ചലിച്ചുവെങ്കിലും കർത്താവിൻ്റെ ക്രൂശ് മരണം എല്ലാം കഴിഞ്ഞ് ഒരു ഹെവൻലി എൻകൗണ്ടർ ഉണ്ടാകുമ്പോൾ പത്രോസിനെ പിന്നെ കാണുന്നത് പഴയ ഡൗട്ടുള്ള, പഴയ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു പത്രോസിനെ അല്ല നമ്മളവിടെ കാണുന്നത്. അവനൊരു കാര്യം മനസ്സിലായി. ഞാൻ കാരാഗ്രഹത്തിൽ കിടന്നാലോ, ഹല്ലേലൂയ, സഹോദരനായ യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു, നാളെ എൻ്റെ തല അറക്കാനായിട്ട് പോകുക. പക്ഷെ എന്നോട് പ്രോമിസ് പറഞ്ഞ ചില വാക്കുകൾ എൻ്റെ ചെവിക്കുള്ളിൽ കിടന്ന് ഇങ്ങനെ മുഴങ്ങിക്കൊണ്ട് കിടക്കുക. വൃദ്ധനായ ശേഷം മറ്റൊരുവൻ വന്ന് നിന്റെ കരത്തിന് പിടിക്കും. ഈ വാക്കുകളെല്ലാം അവന്റെ ചെവിയിൽ കിടന്ന് ഇങ്ങനെ വല്ലാതെ തിളയ്ക്കുമ്പോൾ അവനൊരു കാര്യം അറിയാം. എന്നോട് പറഞ്ഞതൊരു സാധാരണ വ്യക്തിയല്ല, അവന്റെ പേര് ഹെവൻലി ഫാദർ. ഹി ഈസ് ദ ഹെവൻലി ഫാദർ. അവൻ എന്നെ ഒരിക്കലും മറന്നു കളയത്തില്ല. കാരാഗ്രഹത്തിന്റെ ഉള്ളറകളിൽ കിടക്കുമ്പോഴും അവനൊരു കാര്യം നല്ല ഉറപ്പാണ്. നാളെ എന്റെ മരണമല്ല ഇവിടെ കാണാനായിട്ട് പോകുന്നത്, ഞാൻ ജീവനോടെ ഇവിടെ നിന്ന് പുറത്തിറങ്ങും. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? നമ്മളോട് വാക്ക് പറഞ്ഞവൻ അവൻ ഒരിക്കലും മാറുകയില്ല. അവൻ മറന്നു കളയും. അവൻ സാധാരണ മനുഷ്യനല്ല. അവനോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനത് നിവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് അത് ഉറപ്പോടെ ധൈര്യത്തോടെ എന്ന് പറയാനായിട്ട് കഴിയും? ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിൽ നമുക്കൊരു വ്യക്തിയെ കാണാം. അദ്ദേഹത്തിൻ്റെ പേര് സ്തേഫാനോസ് എന്നാണ്. 7-ാം അധ്യായം 1 മുതൽ 53 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോഴും സ്തേഫാനോസ് നല്ല ഒരു പ്രസംഗം കാഴ്ചവെക്കുകയാണ്. ആരാണ് കേൾവിക്കാരെന്നറിയാമോ? മഹാപുരോഹിതന്മാരും ന്യായശാസ്ത്രിമാരും ന്യായാധിപക സംഘത്തിലുള്ളവരെല്ലാം ഇവൻ്റെ പ്രസംഗം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. നല്ല രീതിയിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ 54-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കാണുന്നു. അതുവരെ മുഖം പ്രശോഭിച്ചിരുന്ന മഹാപുരോഹിതന്മാരുടെയും ന്യായാധിപ സംഘത്തിലുള്ളവരെല്ലാവരുടെയും മുഖം മാറാനായിട്ട് തുടങ്ങി. അവരെല്ലാം കോപപരവശരായെന്നാണ് കാണുന്നത്. 54 മുതൽ 59 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. 1, അവർ കോപപരവശരായി. 2, അവർ ഉറക്കെ പല്ലുകടിച്ചു. പിന്നീട് കാണുന്നു അവർ ഉറക്കെ നിലവിളിച്ചു. പിന്നീട് അവരെല്ലാവരും സ്വന്തമായിട്ട് ചെവി പൊത്തി. ആര്? ന്യായാധിപ സംഘത്തിലുള്ളവരും പുരോഹിതന്മാരും ശാസ്ത്രിമാരും സ്വന്തമായിട്ട് അവർ ചെവി പൊത്തി. പിന്നീട് അവൻ്റെ നേരെ പാഞ്ഞു വന്നു, നഗരത്തിൽ നിന്നും അവനെ തള്ളി പുറത്താക്കി. എന്നിട്ട് അവസാനമായിട്ട് കയ്യിലുള്ള ഉരുളൻ കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ സ്റ്റീഫന്റെ നേരെ വലിച്ചെറിയുമ്പോഴും ഈ മനുഷ്യനെ പറ്റിയുള്ളൊരു ഭാഗം അവിടെ കാണുന്നു. 55-ാം വാക്യത്തിൽ ആക്ട്സ് ചാപ്റ്റർ 7 വേഴ്സ് 55 ഇങ്ങനെ കാണുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവൻ സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. ആരുറ്റുനോക്കി? സ്റ്റീഫൻ നോക്കുകയാ. ഓരോ കല്ലേറിങ്ങനെ അവന്റെ ദേഹത്തേക്ക് വരുമ്പോഴും അവന്റെ ശരീരം വല്ലാതെ വേദനിക്കുന്നുണ്ട്. ഓരോ ഏറുകൊണ്ട് മരിക്കാറാകുന്ന അവസ്ഥ വരുമ്പോൾ 55-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. അവൻ തന്റെ കണ്ണ് ഉയരത്തിലേക്ക് നോക്കിയപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി മാറി. ഓരോ ഏറുകൊള്ളുമ്പോഴും അവന്റെ വായിൽ നിന്നും സ്തുതികൾ ഉയരാൻ തുടങ്ങി, അവന്റെ വായിൽ നിന്നും സ്തോത്രങ്ങൾ വരാൻ തുടങ്ങി. അവസാനം ഇങ്ങനെ കാണുന്നു, അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. അടുത്ത ഭാഗം, ദൈവ മഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ആരെ കണ്ടു? പിതാവിനെ കണ്ടു, അപ്പനെ കണ്ടു. അപ്പൻ പറയുന്നൊരു കാര്യമുണ്ട്, മോനെ കുഴപ്പമൊന്നുമില്ല, നീങ്ങി കേറിപ്പോരെ, ഞാൻ നിന്റെ പിതാവായിട്ട് നിന്റെ കൂടെയുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ധൈര്യത്തോടെ ഉറപ്പോടെ പറയാനായിട്ട് കഴിയും? എനിക്കൊരപ്പായുണ്ട്, എനിക്കൊരു ഹെവൻലി ഫാദർ ഉണ്ട്. അവനൊരു സാധാരണ വ്യക്തിയല്ല. എൻ്റെ കരത്തിന് പിടിച്ച് അന്ത്യത്തോളം ഏത് കൂരിലുള്ളിൻ്റെ
ഏത് അവസ്ഥയിൽ കൂടി ഞാൻ കടന്നു പോയാലും, കണ്ണുനീരൊഴുക്കേണ്ട ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിന്മേൽ കടന്നു വന്നാലും മറ്റാരോടും പറയുവാൻ കഴിയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ വേദനകളെ ഒതുക്കി എന്നെൻ്റെ വിഷയത്തിന്മേൽ ഒരു പരിഹാരം കാണുമെന്ന് ചിന്തിച്ചിരിക്കുന്ന സ്ഥാനത്ത് ഇന്ന് രാത്രിയിൽ ഉറപ്പോടെ ധൈര്യത്തോടെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വാക്ക് പറയണം: എനിക്കൊരപ്പനുണ്ട്, എനിക്കൊരപ്പനുണ്ട്. അവൻ സാധാരണ വ്യക്തിയല്ല. എൻ്റെ വിഷമങ്ങളെ, എൻ്റെ പ്രയാസങ്ങളെ അറിയുന്ന ഒരു സ്വർഗീയ പിതാവ്. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ഉറപ്പോടെ ധൈര്യത്തോടെ എന്ന് പറയാൻ കഴിയും? എനിക്കൊരപ്പനുണ്ട്. ആ കരമെല്ലാം ഒന്ന് ഉയർത്താമോ? നിങ്ങൾ വെറുതെ ഈ ഒരു മെസ്സേജ് ലാഘവത്തോടെ കേട്ട് വിടുകയല്ല. ഇന്ന് രാത്രിയിൽ ഉറപ്പോടെ ധൈര്യത്തോടെ പറയണം: എനിക്കൊരപ്പനുണ്ട്. ഒന്ന് പറയാമോ ദൈവമക്കളെ? എല്ലാവരും ഒന്ന് പറഞ്ഞു, കുഞ്ഞുങ്ങളെല്ലാവരും വന്ന് ഇഫ് യു ക്യാൻ ലിഫ്റ്റ് ഓഫ് യുവർ ഹാൻഡ്സ് ആൻഡ് സേ ഐ ഹാവ് എ ഹെവൻലി ഫാദർ. അവൻ്റെ വിഷമങ്ങളെ അറിയുന്നവനാ, അവൻ എൻ്റെ കരച്ചിലിനെ അറിയുന്നവനാ. ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഈ ഒരു ഭാരത്തോടെ, വിഷമത്തോടെ ഇതിൻ്റെ നടുവിൽ ആരെങ്കിലും ആയിരിക്കുന്നുണ്ടെങ്കിൽ, ഓൺലൈനിൽ കൂടി കേൾക്കുന്നവർ ആരെങ്കിലും വിഷമത്തോടെ ഏതെങ്കിലും വിഷയത്തിൻ്റെ നടുവിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ഇന്ന് ധൈര്യത്തോടെ ഉറപ്പോടെ അതരങ്ങളെ തുറന്നെന്ന് പറഞ്ഞ് എനിക്കൊരപ്പനുണ്ട്, എനിക്കൊരപ്പനുണ്ട്. അവൻ്റെ ഭാരത്തെ അറിയുന്നവനാ, അവൻ എൻ്റെ വേദനകളെ അറിയുന്നവനാ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ബിഗ്ഗസ്റ്റ് വാട്ടർഫോൾ ഇൻ ദ വേൾഡ് ഏതാ? നയാഗ്ര അല്ലേ? ഫ്രെഡറിക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇതുവരെ അനൗൺസ് ചെയ്യാത്തൊരു അനൗൺസ്മെൻറ്റ് നടത്തി. നാളെ 10 മണിയാകുമ്പോൾ ഞാൻ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ കൂടി ഇതുവരെ ചെയ്യാത്തൊരു അഭ്യാസം ഞാൻ ചെയ്യാനായിട്ട് പോവുകയാണ്. പിറ്റേ ദിവസമായി 10 മണിയായപ്പോൾ ആളുകളെല്ലാം നോക്കുമ്പോൾ ഈ നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ ഒരറ്റത്തുനിന്ന് അങ്ങേ അറ്റം വരെ വലിയൊരു കയറിങ്ങനെ വലിച്ചു കെട്ടിയിരിക്കുക. ഇദ്ദേഹം പെട്ടെന്ന് മൈക്കെടുത്തിട്ട് ഇങ്ങനെ അനൗൺസ് ചെയ്തു: നിങ്ങളെല്ലാവരും എനിക്ക് പ്രോത്സാഹനം തരുന്നുണ്ടെങ്കിൽ ഞാൻ ഈ കയറിൽ കൂടി നടന്ന് അങ്ങേ അറ്റം വരെ ഞാൻ പോകും. നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രീവിയസ് ഹിസ്റ്ററി അറിയാവുന്ന എല്ലാവരും ഒരുപോലെ പറഞ്ഞു: യെസ് യു ക്യാൻ, യു വിൽ. ഉടൻ തന്നെ പറഞ്ഞു: ഞാൻ നടക്കാനായിട്ട് പോവുകയാണ്. അദ്ദേഹം 1ാമത്തെ സ്റ്റെപ്പ് വെച്ചു, 2ാമത്തെ സ്റ്റെപ്പ് വെച്ചു. പതുക്കെ 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 ഇങ്ങനെ നടക്കുക. ഏതെങ്കിലും കാരണവശാൽ താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പൊടി പോലും കിട്ടുകയില്ല, മരണപ്പെട്ടു പോകും. അങ്ങനെ എല്ലാവരും വളരെ ആകാംക്ഷയോടെ നിൽക്കുമ്പോഴേക്കും ഓരോ ചുവട് വെച്ച് 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 ഇദ്ദേഹം അപ്പുറത്ത് കടന്നു. പെട്ടെന്ന് തന്നെ അപ്പുറത്ത് വെച്ചിരിക്കുന്ന മൈക്കെടുത്ത് അദ്ദേഹം അനൗൺസ് ചെയ്തു: ഇതും കൊണ്ട് കഴിയുന്നില്ല, ഞാൻ തിരിച്ചു നടക്കാനായിട്ട് പോവുകയാണ്. അദ്ദേഹം തിരിച്ചും അതുപോലെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. ഇതുവരെ ഞാൻ ചെയ്യാത്ത മറ്റൊരു കാര്യം ചെയ്യാനായിട്ട് പോവുകയാണ്. ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടി സൈക്കിൾ ചവിട്ടി ഞാൻ അപ്പുറം കടക്കാനായിട്ട് പോവുകയാണ്. ഡു യു ബിലീവ് ദാറ്റ്? എല്ലാവരും ഉറക്കെ പറഞ്ഞു: ഒരല്പം പ്രയാസം നിറഞ്ഞൊരു കാര്യമാണ്, എങ്കിലും നീ ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇദ്ദേഹം മെല്ലെ സൈക്കിൾ ഇങ്ങനെ ചവിട്ടി ചവിട്ടി എല്ലാവരും ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ചു നോക്കിയിരിക്കുകയാണ്. അവസാനം എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അപ്പുറം കടന്നു. ഇദ്ദേഹം ഇതുപോലെ തിരിച്ചും പറയണം: ഞാൻ തിരിച്ചും വരാൻ പോകുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കൈയടിക്കുക. ഇദ്ദേഹം തിരിച്ചും അപ്പുറത്ത് വന്നു. 3ാമതായിട്ട് അദ്ദേഹം മൈക്കെടുത്തിട്ട് പറഞ്ഞു: ഇനിയാണ് എൻ്റെ മെയിൻ ടാസ്ക് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരാൾ പറഞ്ഞു: എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ഇതിൻ്റെ പുറകിൽ നിങ്ങൾക്കൊരു സീറ്റ് കാണാം. ഞാൻ ഇരിക്കുന്ന സീറ്റിൻ്റെ പുറകിൽ നിങ്ങൾക്കൊരു സീറ്റൂടെ കാണാം. ഈ നിൽക്കുന്ന കൂട്ടത്തിൽ ഇത്രയും പേരോട് ഭയങ്കര ക്രൗഡ്, ആയിരക്കണക്കിന് ആൾക്കാർ നിറഞ്ഞിരിക്കുക. ഇതിനകത്തുനിന്ന് ആരെങ്കിലും ഒരാൾ, എന്നിൽ വിശ്വാസമുള്ള ആരെങ്കിലും ഒരാൾ ഈ എൻ്റെ സീറ്റിൻ്റെ പുറകിൽ വന്നിരിക്കാമോ എന്ന് ചോദിച്ചു. അതുവരെ കൈയടിച്ചുകൊണ്ടിരുന്നവർ, അതുവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരുപോലെ തല ഇങ്ങനെ താഴ്ത്തിയിട്ട് പറഞ്ഞു: നോ 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 നോ, അത് ഞങ്ങൾക്ക് പറ്റത്തില്ല. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനിൽ കൊതിയുണ്ട്. എല്ലാവരും ഇങ്ങനെ തല താഴ്ത്തിയിരിക്കുന്ന സമയത്ത് ഒരു കരം മാത്രം പറഞ്ഞു: അയക്കാൻ, ഞാൻ വരാം എന്ന് ഉറക്കെ പറഞ്ഞു. എല്ലാവരും ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ചെറിയ ബാലൻ. ഉടൻ തന്നെ എല്ലാവരും: മോനേടാ, നീ കൊച്ചു പയ്യനാ, നിനക്ക് ഇനി മുമ്പിലോട്ട് ഒത്തിരി എന്തുണ്ട്, ഫ്യൂച്ചറുണ്ട്, ഒരിക്കലും നീ എന്ത് ചെയ്യരുത്, പോകരുതെന്ന് എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇല്ല ഞാൻ പോവും. അവസാനം ആ ഫ്രെഡറിക് അവനോട് ചോദിച്ചു: നിന്റെ ജീവന് നിനക്ക് കൊതിയുണ്ടോ? ഉണ്ട്. എൻ്റെ കൂടെ നിനക്ക് വരാൻ ധൈര്യമുണ്ടോ? ധൈര്യമുണ്ട്. ഒരുപക്ഷെ നീ വെള്ളച്ചാട്ടത്തിൽ അകപ്പെട്ടു പോകും, നോ പ്രോബ്ലം, ഞാൻ വരാം. അവസാനം ഈ കൊച്ചു ബാലൻ ആ സീറ്റിൻ്റെ പുറകിലേക്ക് ഇങ്ങനെ കയറിയിരിക്കുക. എല്ലാവരും ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കിയിരിക്കുക. 1ാമത്തെ ചവിട്ടി അവനിങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ അടച്ചിരിക്കുക. കുറച്ചു നേരം കഴിയാൻ നേരത്ത് അവൻ ഫ്രീ ആയിട്ട് കണ്ണൊക്കെ ഇങ്ങനെ തുറന്ന് എല്ലാവരും ഇങ്ങനെ ടാറ്റയൊക്കെ കാണിച്ച് ഇങ്ങനെ പോവുക. പകുതി ദൂരം എത്തി, വെള്ളച്ചാട്ടം ഇങ്ങനെ ആർത്തലയ്ക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൻ എന്ത് ചെയ്തു, അപ്പുറത്ത് കിടന്നു. പിന്നെ മൈക്കെടുത്തിട്ട് പറഞ്ഞു: ഞാൻ ഇപ്പുറത്തോട്ട് വരാൻ പോവുകയാണ്. ഇപ്പുറത്തോട്ടും വന്നു. പത്രക്കാരും മാധ്യമക്കാരും എല്ലാവരും ഈ കുഞ്ഞിൻ്റെ അടുത്തോട്ട് ഓടി വന്നു. എന്നാൽ ഈ അഭ്യാസം കാണിച്ച് ഫ്രെഡറിക്കിൻ്റെ അടുത്തോട്ട് ആരും ഓടി വന്നില്ല. എല്ലാവരും ഈ കുഞ്ഞിൻ്റെ അടുത്തോട്ട് വന്നിട്ട് ചോദിച്ചു: എന്ത് ധൈര്യത്തിലാടാ നീ ആ പുള്ളിയുടെ പുറകിൽ പോയി ഇരുന്നെന്ന് പറഞ്ഞപ്പോൾ ഇവൻ മൈക്കെടുത്തിട്ട് ഉറക്കെ പറഞ്ഞു: ഐ നോ ഹൂ ഹി ഈസ് മൈ ഫാദർ. എനിക്കറിയാം അത് ആരാ ഓടിച്ചെന്ന്. അദ്ദേഹത്തെ
എൻ്റെ പിതാവാണെന്ന് പറഞ്ഞു. നോക്കിക്കേ, അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമുക്കൊരു ഉറപ്പുണ്ട്. നാം വിശ്വസിക്കുന്ന, നാം ആരാധിക്കുന്നവൻ ആരാണെന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളുടെ നടുവിലും നമുക്ക് തോന്നും നമ്മൾ ഇപ്പോൾ വീണുമ്പോൾ, ഇപ്പോൾ തകർന്നു പോകും. ഇല്ല ഇല്ല, കരത്തിന് തന്നവൻ നിന്നെ അക്കരെ എത്തിക്കുവാൻ അവൻ വിശ്വസ്തന. ഇന്ന് രാത്രി ഈ പ്രതിസന്ധിയുടെ നടുവിൽ ഞാൻ എങ്ങനെ അക്കരെ കടക്കുമെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രിയിൽ ഈ വാക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ വിശ്വസിച്ചേ, നിങ്ങളെ വിളിച്ചിരിക്കുന്ന ഒരു സാധാരണ വ്യക്തിയല്ല. അവന്റെ പേര്, അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനാം ദൈവം, അവൻ നിത്യപിതാവ്, അവൻ സമാധാനത്തിന്റെ പ്രഭുവ. അവൻ നിങ്ങളുടെ കരുത്തിന് പിടിച്ചിരിക്കുക. അവൻ നിങ്ങളെ ഒരു നാളും മറന്നു കളയുകയില്ല. അവൻ മറക്കത്തില്ല. സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല നിമിഷങ്ങൾക്ക് കർത്താവ് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പാണ്, ഞങ്ങൾക്കൊരു സ്വർഗീയ പിതാവുണ്ട്. ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ കർത്താവേ ഒന്ന് ഉറക്ക കരയുവാൻ പോലും കഴിയാതിരിക്കുന്ന വേളകളിലും, സാഹചര്യങ്ങൾ അത്രമാത്രം ഞങ്ങളുടെ മുമ്പിൽ പ്രതികൂലമായിരിക്കുന്ന വേളകളിലും, ഇതെന്തായി തീരും, എങ്ങനെയായി തീരും, മുമ്പിൽ ഒരു വഴി പോലും കാണുന്നില്ല, എല്ലാം തകർന്നിരിക്കുന്ന അവസ്ഥയുടെ നടുവിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുക, ഭയപ്പെടേണ്ട, പിതാവ് നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പം നിങ്ങളുടെ കൂടെയുണ്ട്. അവൻ നിങ്ങളെ ഒരു നാളും മറക്കുകയില്ല. അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവകൃപകൾക്ക് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നപ്പാ. പ്രാർത്ഥന കേട്ടതിന് നന്ദി പിതാവേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. സന്തോഷമുള്ള എല്ലാവരും കാര്യങ്ങളും